നമസ്കാരം. ഇവൻ എന്നും പരാതി പറച്ചിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഈ 2 ഫോൺ നമ്പർ കൊടുത്തതിൻ്റെ പാര തന്നെയാണ് വീണ്ടും പറയാറുള്ളത്. ഞാനാണെങ്കിൽ കൊച്ചു പ്രശ്നങ്ങൾക്ക് മൂഡ് ഓഫ് ആകും. മൂഡ് ഓഫ് ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് അത് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ചിത്രീകരിക്കാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ വിദേശത്ത് എവിടെ നിന്നോ ആണ്, എനിക്ക് തോന്നുന്നു വല്ല കാനഡയോ അമേരിക്കയോ അങ്ങനെ എന്തോ ഒരു നമ്പറാണ്. ഒരാൾ എന്നെ വിളിക്കുന്നു. ദിനേശ് ചേട്ടാ, ഞാനൊരു വർഷം മുമ്പ് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 1 വർഷം മുമ്പുള്ളതല്ലേ, പറയൂ. അല്ല, എനിക്ക് 2 പരിഭവങ്ങൾ പറയാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു പറയൂ. അതിലാദ്യത്തത്, ചേട്ടൻ ഈ ആവശ്യമില്ലാതെ എന്തിനാണ് ഈ വേടനെ വഴക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വേടനെ ആവശ്യമില്ലാതെ ഒരു വഴക്കും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാനത് കണ്ടിട്ട് വിളിക്കുകയാണ്. വേടൻ്റെ പാട്ടിന് സംസ്ഥാന അവാർഡ് കൊടുത്തത് മോശമായി പോയി. വേടൻ കഞ്ചാവ് വലിക്കും. ഞാൻ പറഞ്ഞു, കഞ്ചാവ് വലിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സംസ്ഥാന അവാർഡ് കൊടുത്തത് വളരെ മോശമായിപ്പോയി. നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കും എന്തും വാരി കൊടുക്കുക എന്നുള്ളതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. വേടനെ കൂടെ നിർത്താനായിരിക്കാം, അല്ലെങ്കിൽ വേടൻ്റെ സമുദായത്തെ കൂടെ നിർത്താനായിരിക്കാം. വയലാറിനെ പോലെ, ONV പോലെ, യൂസഫ് അലി കേച്ചേരിയെ പോലെ, പൂച്ചൽ ഖാദറിനെ പോലെ, ശിവകുമാരൻ തമ്പി സാറിനെ പോലെ, പ്രഗത്ഭരായ MD രാജേന്ദ്രനെ പോലെ ഒരുപാട് പേർ, ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെ ഒരുപാട് പേർ മലയാള സിനിമയ്ക്ക് എന്നും ഓർക്കപ്പെടുന്ന പാട്ടുകൾ തന്നിട്ടുണ്ട്. ഇത് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കാനോ ഞാൻ ജനിച്ച സമുദായത്തെ പൊക്കിക്കാണിക്കാനോ വേണ്ടി വിപ്ലവ മുദ്രാവാക്യം പോലെ എഴുതി വയ്ക്കുന്ന കുറേ കൂതറ വരികൾക്ക് സംസ്ഥാന അവാർഡ് കൊടുത്തത് മോശമായിപ്പോയി എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാനത് മാറ്റില്ല. അല്ല, അങ്ങനെ പറയരുത്. ആ പാട്ടിൻ്റെ ഡെപ്ത് അറിഞ്ഞിടത്തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു വളരെ താണ രീതിയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ഇത്തരം ഡെപ്തുകൾ മനസ്സിലാക്കണമെന്ന് താല്പര്യമില്ല, മനസ്സിലാവുകയില്ല. അടുത്തത്, അല്ല അയാൾ കഞ്ചാവ് വലിക്കുന്നില്ല, എന്താ കുഴപ്പം? നിങ്ങൾ മദ്യപിക്കുന്നില്ലേ? ഞാൻ വിട്ട് ആര്? അല്ല നിങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നവരെ വഴക്ക് പറയുന്നത്. ഞാൻ കഞ്ചാവ് വലിക്കാറില്ല, അതുകൊണ്ടാണ് കഞ്ചാവ് വലിക്കുന്നവരെ വഴക്ക് പറയുന്നത്. ഞാനൊരു ലഹരിയും ഉപയോഗിക്കുന്ന ആളല്ല. അതൊക്കെ വെറുതെ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അയാൾ ഇത്തിരി കഞ്ചാവ് വലിച്ചാൽ കുഴപ്പമെന്താ? ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. മദ്യപിക്കുന്നതോ? ഞാൻ പറഞ്ഞു, സർക്കാർ തന്നെ മദ്യം കൊടുക്കുകയില്ലേ. കുടിച്ചുകൊണ്ട് റോഡിൽ കിടന്ന് ആളാവാതിരുന്നാൽ മതി, അപ്പോഴാണ് വല്ലവനും എടുത്തിട്ട് ഇടിക്കുന്നത്. വീട്ടിൽ ചെന്നും മാന്യമായിട്ട് കുടിച്ചിട്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ വിദേശത്തല്ലേ, അവിടെ കിട്ടാൻ സുലഭവുമാണല്ലോ, വാങ്ങിക്കൊടുത്ത് കൊച്ചിലെ പഠിപ്പിക്കുക, കഞ്ചാവ് വലിക്കാനൊക്കെ പഠിപ്പിച്ച് നല്ല കുട്ടികളാക്കി നാട്ടിൽ കൊണ്ടിറക്കുക. വല്ലവൻ്റെ കൈയൊട്ടി ചാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയും പോലെ ലഹരി സാധനങ്ങളും ചുറ്റിയൽ പോലുള്ള കൊടുവാൾ പോലെ എന്തോ ഉള്ള ആയുധങ്ങളും കണക്കിൽപ്പെടാത്ത കാശും പിന്നെ എന്തെല്ലാമോ വനംവകുപ്പ് ഈ പയ്യൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തു. വനംവകുപ്പ് അങ്ങനെ അതെല്ലാം പിടിച്ചെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ വനംവകുപ്പ് മന്ത്രി തന്നെ ആ ഉദ്യോഗസ്ഥരെ ചീത്ത വിളിച്ചു. പിന്നെ എങ്ങനെ അവർ ലഹരിയൊക്കെ ഇനി പിടിക്കും? തൊണ്ടിയോടെ പിടിച്ചവൻ പറയണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട്, സജി ചെറിയ പറഞ്ഞില്ല, പിള്ളേരല്ലേ വലിച്ചു പഠിക്കിട്ടെന്ന്. സിമ്പിൾ. ഈ പ്രായത്തിൽ എല്ലാവരും വലിക്കുമെന്ന്. സജി ചെറിയ വലിച്ചിരിക്കും, ഞാൻ വലിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ കണക്കിൽപ്പെടുത്തുന്നില്ല. 11 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിലെ പ്രതിയാണ് ഈ പയ്യൻ. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. കാക്കനാട് കോടതിയിൽ വന്ന് ജാമ്യം എടുത്തത്. 33 ദിവസമുള്ള ഒരു ടീച്ചറെ എടപ്പാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പീഡിപ്പിച്ചതിന് പിറ്റേ ദിവസം പോയി ജാമ്യം എടുത്തു. നമുക്കിത് കൃത്യമായി തെളിവ് സഹിതം കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ ഈ വിദേശത്തുനിന്ന് വിളിച്ച് എംബോക്കി വിചാരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽ ജനിച്ച ഒരുത്തൻ കഞ്ചാവ് വലിച്ചാൽ എന്താ കുഴപ്പം, വ്യഭിചരിച്ചാൽ എന്താ കുഴപ്പം, മദ്യപിച്ചാൽ എന്താ കുഴപ്പം, വീട്ടിൽ ഫ്ലാറ്റിനകത്ത് മറ്റേ കൂടവും കൊടുവാളമൊക്കെ വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ഞാൻ ഫോണും കട്ട് ചെയ്തു. അപ്പോൾ അവൻ്റെ അമ്മയുടെ പെലവിളിക്ക് വിളിക്കുമ്പോൾ ഒരു 6-7 പ്രാവശ്യം തിരത്തി വിളിക്കുന്നു. ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. നമ്മളവിടെ മൂഡ് ഓഫ് ആവുകയെ. കാരണം നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ ന്യായീകരിക്കുന്നവനെ എന്താ പറയുക? അതൊക്കെ അവൻ ആവശ്യമുള്ളതുകൊണ്ട് ചെയ്യുന്നതല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൻ്റെ മോളെയാണെങ്കിൽ 11 വയസ്സുകാരി മോളെ വിട്ടു കൊടുക്കുമോ അവന് വ്യഭിചരിക്കാൻ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മുടെ വച്ച് ആലോചിക്കണം, ഇല്ലേ? എൻ്റെ മകൻ കഞ്ചാവ് വലിക്കുമെന്ന അഭിമാനത്തോടെ ഞാൻ പറയൂ.
എൻ്റെ മകൻ എന്നെക്കാൾ മാന്യനായിട്ട് ജീവിക്കണമെന്നല്ലേ ഞാൻ വിചാരിക്കും. പക്ഷേ ഈ വിദേശത്തുള്ളവൻ കുറേ കാശൊക്കെ കാണും കയ്യിൽ, കണക്കിപ്പെടാത്ത കാശൊക്കെ കിട്ടുമ്പോഴുള്ള ഒരു അഹങ്കാരമാണ്. അവന് വേണ്ടി വിഭജിക്കുന്നു, അവന് വേണ്ടി വെള്ളമടിക്കുന്നു, അവന് വേണ്ടി കഞ്ചാവ് വലിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത്? അയാളെ മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്നതിന് എന്താ കുഴപ്പമെന്നാണ് കേൾക്കണേ. ഇതാണ് ഒന്ന്. അടുത്തത്, സ്ഥാനത്തും അസ്ഥാനത്തും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്ന ആളാണ് ധർമ്മജൻ ബോൾഗാട്ടി. ഇപ്പോൾ ഹരീഷ് കണാരൻ്റെ കുറേ പൈസ മറ്റേ ബാദുഷ അടിച്ചു മാറ്റിയൊരു കേസ് വന്നല്ലോ. ആ കേസ് വന്നപ്പോൾ നമ്മൾ ബാദുഷ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ മറുവശത്തുനിന്ന് ഇയാൾ വരുന്നു, ആര്? ബോൾഗാട്ടി ഇനിയും കുഴപ്പം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് സുഹൃത്തുക്കൾ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. 20 ലക്ഷം രൂപയല്ലേ അവൻ വാങ്ങിച്ചുള്ളൂ. അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാമായിരുന്നല്ലോ. ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ഹരീഷ് കണാരൻ ചെയ്ത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അതിനെ നമ്മൾ പ്രതികരിച്ചിരുന്നു ധർമ്മജനെക്കുറിച്ച്. കഴിഞ്ഞ ഒരു 8-10 ദിവസമായിട്ട് ധർമ്മജൻ്റെ ഫോൺ വിളി കാരണം സഹിക്കാൻ വയ്യ. അത് എടുത്താൽ ഫോൺ വയ്ക്കില്ല. നമ്മളാണെങ്കിൽ 24 മണിക്കൂർ 48 ആക്കി തന്നാൽ നന്നെന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ്. രാത്രി ഇങ്ങനെ വിളിക്കുകയാണ്, നിരന്തരമായി വിളിക്കുകയാണ്. ഞാൻ എടുക്കില്ല. ഒരു ഫോണിൽ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ അടുത്ത ഫോണിൽ ധർമ്മജൻ വിളിച്ചുകൊണ്ടിരിക്കും. ധർമ്മജൻ ന്യായീകരിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ബാദുഷയുടെ കൂടെ നിൽക്കും. ഹരീഷ് കണാരൻ 20 ലക്ഷം കൊടുത്തെങ്കിൽ അത് തിരിച്ചു ചോദിക്കുകയും പരസ്യമായി ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് തന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാനായിരിക്കും. നമ്മളെന്തിന് ധർമ്മജൻ്റെ പണങ്ങാൻ പോണേ? അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കടം വാങ്ങിയവൻ മാന്യനാണെങ്കിൽ തിരിച്ചു കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ വാങ്ങുമ്പോഴേ പറയണം, ഈ പൈസ ഞാൻ തരില്ല, എനിക്ക് സമ്മാനമായിട്ട് തരണം. നിൻ്റെ 5 വർഷം നിനക്ക് ഒരുപാട് സിനിമകൾ പിലവിളിക്കുക ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. നിനക്ക് 1 ലക്ഷം വാങ്ങാൻ യോഗ്യതയില്ലാത്തപ്പോൾ നിനക്ക് 2 ലക്ഷം വാങ്ങിച്ചു തന്നിട്ട് ഞാൻ 3 ലക്ഷം വാങ്ങിയിരുന്നില്ലേ, അതിൽ കൂട്ടണം എന്ന് പറയണം. അതിന് വരെ ഞാൻ 76 പടം പിടിച്ചു തന്നില്ലേ, ഞാൻ വീട് വയ്ക്കുമ്പം വേറെ 2 നടന്മാർ 20 ലക്ഷം വെച്ച് തന്നില്ലേ, അതുപോലെ നിനക്ക് നാട്ടുകാരി ഇന്ന് പൈസ പിരിച്ച് വീട് വയ്ക്കുന്നത് എന്തൊരു മോശം. ലക്ഷം വീട് വെച്ച് വീടില്ലാത്തവർക്ക് വച്ചു കൊടുക്കുന്നെങ്കിൽ മനസ്സിലാക്കാം. ഓരോരുത്തരും 20 ലക്ഷം വെച്ച് തന്നപ്പോൾ ഇവൻ തന്ന 20 ലക്ഷം തിരിച്ചു ചോദിച്ചെന്നാണല്ലോ പരാതി. അതിന് ധർമ്മജൻ്റെ ചിങ്കിയടി. എന്നിട്ട് ആ ധർമ്മജ അതിനായിരിക്കാം എന്നെ കിടന്ന് വിളിക്കണേ. ഞാൻ എടുത്ത വഷളാവും. കാരണം ഞാൻ ധർമ്മജൻ്റെ വല്ലതും തിരിച്ചു പറയും. ധർമ്മജ എന്നോട് മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ ഞാൻ 5 ഇരട്ടി തിരിച്ചു പറയും. എന്തിനവൻ്റെ വായിരിക്കുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാണ് ഫോൺ എടുക്കാത്തത്. നമ്പറുകൾ കൊടുത്തതിൻ്റെ കുഴപ്പമാണ് ഞാനീ പറഞ്ഞത്. പ്രിൻസിപ്പാൾ ഒളിവിൽ എന്ന് പറഞ്ഞിട്ട് ഭരത് ഗോപിയെയും നെടുമുടി വേണുവിനെയൊക്കെ വെച്ച് ചെയ്ത മനോഹരമായ ഒരു സിനിമ ചെയ്ത സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയ ഗോപികൃഷ്ണനെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ആ പ്രോഗ്രാമിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഗോപികൃഷ്ണൻ സിനിമയിലേക്ക് വന്നു, ഒരേ ഒരു സിനിമയെ സംവിധാനം ചെയ്തുള്ളൂ. ആ സിനിമയെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്, ഗോപികൃഷ്ണനെ ചതിച്ച ഒരു കഥ പറയാനാണെന്ന് ഞാൻ പറഞ്ഞു. ആ ചതിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ അതിൽ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച പറയാമെന്ന്. എൻ്റെ ഇതിലും ഫോൺ നമ്പറിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ 2 ഫോൺ നമ്പറുകളും കൊടുത്തതിൽ എന്നെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു കാര്യം, ചേട്ടാ ഞാനൊരു കഥ എഴുതി കേട്ടോ, ഉറപ്പായും തിരക്കഥ എഴുതാൻ അറിയാവുന്ന ഒരാളുടെ പക്കൽ ഈ കഥ പറയാനായാൽ സൂപ്പർ ഹിറ്റാവുന്ന ഒരു സിനിമ പിറക്കും ചേട്ടാ. അങ്ങനത്തെ ഇതുവരെ ആരും പറയാത്ത കഥയാണ് ചേട്ടാ. ദിനേശ് സാറേ, ഞാനൊരു 2 തിരക്കഥകൾ എഴുതി പൂർത്തിയാക്കി. എനിക്കത് താങ്കൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കണം എന്നൊരാഗ്രഹം. ഉറപ്പായും താങ്കൾക്ക് ഇഷ്ടപ്പെടും. ദിനേശ് മാഷേ, ഞാനൊരു വിഷമം പറയാൻ വേണ്ടി വിളിച്ചതാണ്. 4 വർഷം മുമ്പ് ഞാൻ എഴുതിയ ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ ആ സംവിധായകൻ്റെ പേര് പറയും, മറ്റവന് വായിക്കാൻ കൊടുത്തു. മറുപടി പറയാൻ അല്പ സാവകാശം വേണം എന്ന് അയാൾ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഇടയ്ക്ക് എന്നെ വിളിച്ച് എന്നെ ഏൽപ്പിച്ച തിരക്കഥയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ തോന്നുന്നുണ്ടോ എന്ന് എന്നോട് തിരക്കി. സാറേ, അതിലെ ചില സീനുകൾ മാറ്റാനും വേറൊരു പടത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ 2-3 സീനുകൾ മാറ്റണമെന്ന് പറഞ്ഞത്. അത് മാറ്റണം. എന്നിട്ട് ഞാൻ പുതിയ ഒരു 7-8 സീൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പകരം ഞാൻ ഈ ഉണ്ടാക്കിയ സീനുകൾ
ആ സ്ക്രിപ്റ്റിൽ കയറ്റിയാൽ ഞാൻ സാറിന് പറഞ്ഞു തരുന്നതിൻ്റെ ഈ ഇരട്ടിയാവും പടത്തിൻ്റെ വിജയം. സാറിന് അതും കൂടി വേണമെങ്കിൽ ഞാൻ എത്തിക്കാം. തരൂ, നമുക്ക് നോക്കാം. പുതുതായി എഴുതിയത് 10 സീനുകളും ഞാൻ കൊണ്ടുപോയി അയാൾക്ക് കൊടുത്തു. സാറേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെന്തായി? എന്താവാം സാറേ, അവനത് സിനിമയാക്കി സാറേ. ഇയാൾ കൊടുത്ത തിരക്കഥയും തിരുത്തി കൊടുത്ത 10 സീനുമൊക്കെ വെച്ച് സിനിമയാക്കി സാറേ എന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല. പൈസ തരണ്ട മാഷേ. മൂലകഥ എന്നെങ്കിലും എൻ്റെ പേരെഴുതി കാണിക്കാമായിരുന്നു ആ ദ്രോഹികൾക്ക്. ചോദിച്ചില്ലേ എന്നോ? ആ ദ്രോഹി എൻ്റെ ഫോണ് അപ്പം തന്നെ ബ്ലോക്കാക്കി മാഷേ. ഞാൻ വിടുമോ? ഞാൻ നേരെ വീട്ടിൽ ചെന്നു. നല്ലതെന്നാല് പറഞ്ഞു. 100 കണക്കിന് കഥകൾ നമ്മളെ തേടി വരുന്നതല്ലേ. പലതും ഞാൻ വായിക്കാറില്ല. വായിച്ചതിൽ ചിലത് മനസ്സിൽ കിടന്നിരിക്കാം. അതാരാണ് എഴുതി എനിക്ക് കൊണ്ടു തന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിച്ചൻ എന്നാണ് സംവിധായകൻ പറഞ്ഞ മറുപടി. ഒരുപാട് തിരക്കഥകൾ വരുന്നുണ്ട്, ഇതാര് തന്നു എന്ന് പിടിയില്ല, അതുകൊണ്ട് ഞാനത് മോഷ്ടിച്ചു എന്നാണ് പറയട്ടെ. എൻ്റെ തിരക്കഥയിൽ ആദ്യവും അവസാനവും എൻ്റെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറുകളും എഴുതിയിരുന്നു സാറേ. എൻ്റെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വിളിക്കാൻ എൻ്റെ ഭാര്യയുടെ നമ്പരും കൂടി എഴുതിയിരുന്നു. എന്നിട്ടാണ് ആ ദ്രോഹി ചതിച്ചത്. കേസിനൊന്നും പോയില്ലേ? എന്നായി ഞാൻ എൻ്റെ തിരുത്തി എഴുതിയ 10 സീനുകളേ ഉള്ളൂ സാറേ. സ്ക്രിപ്റ്റിൻ്റെ 2 കോപ്പിയാണ് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത്. ഒരുപാട് പൈസ വേണ്ടേ സാറേ കോപ്പി എടുക്കാൻ. ഞാനത് ഇയാൾക്കും കൊടുത്തു, മറ്റൊരാൾക്കും വായിക്കാൻ കൊടുത്തു. 2 പോയി സാറേ. മാത്രമല്ല കഥാപാത്രങ്ങളെയും അയാൾ മാറ്റിക്കളഞ്ഞു സാറേ. അതെങ്ങനെ എന്നായി ഞാൻ? എൻ്റേതിൽ നായകൻ ഹിന്ദുവും നായിക മുസ്ലിം അല്ലേ സാറേ? മോഷ്ടിച്ച സിനിമയിൽ നായകൻ ക്രിസ്ത്യാനിയും നായിക ഹിന്ദു. എൻ്റേത് കോളേജ് അധ്യാപകനായിരുന്നു സാറേ. നായകൻ പഠിപ്പിച്ച കുട്ടിയെയല്ലേ സാറ് കയറി പ്രേമിച്ചത്. സിനിമയിൽ നായകൻ ഒരു ബാങ്കിൻ്റെ മാനേജരാണ് സാറേ, നായിക അവിടുത്തെ ക്ലർക്കും. എൻ്റെ നായികയ്ക്ക് അച്ഛനില്ല, സിനിമയിലെ നായികയ്ക്ക് അമ്മയില്ല. ഒരു കോടതിയിലും കേസ് നിൽക്കില്ല സാറേ. അയാൾ തന്നെ പറയുക. കഥ എഴുതുന്നവർ ആ കഥ 10 കോപ്പി അടിക്കുന്ന ഒരു വാരികയിലോ പത്രത്തിലോ അച്ചടിപ്പിക്കണം എന്നാണ് ഈ പ്രോഗ്രാം കാണുന്നവരോടും ഞാൻ പറയുന്നത്. നിങ്ങളൊരു കഥ ഉണ്ടാക്കുകയാണെങ്കിൽ ആരുടെയും പറയരുത്. ഒരു 25 കോപ്പി അടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ ഇത് പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കോപ്പി വാങ്ങി സൂക്ഷിച്ച് വയ്ക്കണം. അങ്ങനെ ചെയ്താൽ കേസിന് ബലമാവും. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ കയറി പ്രസിദ്ധപ്പെടുത്തണം ഇങ്ങനൊരു കഥ വായിക്കാൻ ഇടുമ്പോൾ അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ടിത് കൊടുത്താൽ ഫേസ്ബുക്ക് വായിക്കണമെന്നില്ല, അതും തെളിവാക്കാം. കോപ്പി റൈറ്റിന് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൽക്കട്ടയിലാണ് അതിൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ ചെയ്തു തരാം എന്ന ഉറപ്പ് തന്ന് ആയിരങ്ങൾ പറ്റിക്കുന്നവന്മാർ എറണാകുളത്തുണ്ട്. കോപ്പി റൈറ്റ് ഞാൻ വാങ്ങിച്ചു തരാം കൽക്കട്ടയിൽ നിന്ന്, ഒരു 40,000 രൂപ രജിസ്ട്രേഷൻ ഫീസും എല്ലാം കൂടി എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഫെഫ്ക തിരക്കഥ യൂണിയനിൽ പോയി 500 രൂപ അടച്ച് കഥ ഒരു കവറിൽ ഒട്ടിച്ച് സീൽ ചെയ്ത് അവിടെ ഏൽപ്പിക്കാം. നൂലൊക്കെ കെട്ടി മെഴുകൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് അവിടെ ഏൽപ്പിക്കാം. 500 രൂപയുടെ അടച്ച് രസീതും വാങ്ങി കൈ വയ്ക്കണം. ഈ കഥ ആരെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് ബോധ്യമായാൽ ഫെഫ്കയെ സമീപിക്കും. പരാതിക്കാരൻ്റെയും മോഷ്ടിച്ച സിനിമ കള്ളൻ്റെയും മുന്നിൽ വെച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന കവർ പൊട്ടിച്ച് വായിക്കും. മോഷ്ടിച്ചതാണ് എന്ന് ഉറപ്പായാൽ ടൈറ്റിലും പ്രതിഫലവും ഫെഫ്ക തിരക്കഥാ യൂണിയൻ നിങ്ങൾക്ക് വാങ്ങിത്തരും. അതാണ് ഒരു വഴി. എറണാകുളം കലൂർ ജംഗ്ഷനിൽ ഇറങ്ങി ദേശാഭിമാനി റോഡ് വഴി കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇടത്തേക്ക് തിരിയുന്ന ഫ്രീഡം റോഡ് എന്നൊരു റോഡുണ്ട്. അവിടെയാണ് ഫെഫ്കയുടെ ഹെഡ് ഓഫീസ്. അവിടെ ചെന്നാൽ തിരക്കഥാ യൂണിയനിലെ ഈ പറഞ്ഞ 500 രൂപ അടച്ചാൽ അവർ ആ കവർ അവിടെ വാങ്ങി സൂക്ഷിക്കും. അല്ലെങ്കിൽ വേറൊരു പണിയുടെ പറഞ്ഞുതരാം. നിങ്ങൾ കൊടുക്കുന്ന കഥയോ വൺലൈനോ തിരക്കഥയോ എന്തും ആവട്ടെ, അതിൻ്റെ ഒരു കോപ്പി ഭദ്രമായി കവറിലിട്ട് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെ
രജിസ്റ്റേർഡായിട്ട് അയക്കണം. അത് പോസ്റ്റ്മാൻ കൊണ്ട് തരുമ്പോൾ ഭദ്രമായി പൊട്ടിക്കാതെ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മളെ പേരിൽ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് പോസ്റ്റ്മാൻ കൊണ്ട് തരുമ്പോൾ പൊട്ടിക്കാതെ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മുടെ കഥ നമ്മൾ തന്നെ തിരശ്ശീലയിൽ കാണുമ്പോൾ കേസിന് കോപ്പിറൈറ്റ് വിഷയം നന്നായി അറിയാവുന്ന ഒരു വക്കീൽ മുഖാന്തരം കോടതിയിൽ പോയാൽ ഈ രജിസ്റ്റേർഡ് അയച്ച കവർ ഹാജരാക്കാനാവും കോടതിയിൽ. സിനിമയും ഈ കവറിലെ കഥയും ഒന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഉറപ്പായും കോടതി ടൈറ്റിലും വാങ്ങിത്തരും, കാശും മേടിച്ചു തരും. ഇതൊക്കെയാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ മോഷണം, കഥ മോഷണത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ.